ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു യാത്ര പോവാണ്. വേറെ എങ്ങുമില്ല, നമ്മുടെ സ്വന്തം കുന്നപ്പള്ളിയിലേക്കാണ് കേട്ടോ. കുന്നപ്പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് എല്ലാ വർഷത്തെ പോക്കും മുടക്കാതെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ചെന്നപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. അവിടെ കുറേ സാധനം ഹൈഡ്രജൻ ബലൂണും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ രൂപമുത്താനായിട്ട് പോയിട്ടോ. പോണ വഴിക്ക് ഇതാണ് ക്യൂ ആണ് രൂപമുത്താനായിട്ട്. ഇത്രയും ക്യൂ ആണ്. ഇതൊക്കെ കഴിഞ്ഞാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ. ഈ തമുക്ക് കളിക്കുന്ന സ്ഥലം അവിടെ ആയിട്ട് നമ്മൾ നേർച്ചയൊക്കെ ഉണ്ടാക്കണേ. അങ്ങനെ ഞങ്ങൾ നേരെ രൂപമെല്ലാം മുത്തിയിട്ട് പിന്നെ നേർച്ച മേടിക്കാൻ നിന്നു. ഇതാണ് ഇവിടെ കിട്ടുന്ന തമുക്ക് നേർച്ച. ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമ്മുടെ അരി ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ കുരിശിൻ്റെ അവിടെ പോയി മുത്താനെ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ നമ്മുടെ പള്ളിയിലുള്ള ഉണ്ണീശ്വരനെ മുത്താൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കണ്ടില്ലേ തൊട്ടിയിലൊക്കെ കിടക്കുന്നത്? സൂപ്പറല്ലേ, നല്ല രസമാണ് കേട്ടോ ഈ ഉണ്ണീശ്വരനെ കാണാൻ. അങ്ങനെ ഇവിടുത്തെ ഉണ്ണീശ്വരനൊക്കെ മുത്തിക്കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും അവിടെ ചെണ്ടോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ചെണ്ടോട്ടൊക്കെ കണ്ടു നിന്നു. പിന്നെ നേരെ നമ്മൾ പോയത് നമ്മുടെ പ്രധാന സ്ഥലത്തേക്കാണ്. നമ്മുടെ സെക്യൂരിറ്റിക്കായിട്ട് ഇവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ പോയത് ഞങ്ങളിവിടെ കടകളിലേക്കാണ്. കണ്ടില്ലേ, ആകെ ഓടി കയറി ചെന്നത് നമ്മുടെ സ്വന്തം കമ്മൽ കടയിലേക്കാണ്. എന്നൊന്നും മേടിച്ചോ അതുമില്ല, വെറുതെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ. ഇത് നമ്മുടെ ആകെയുടെ ഫേവറേറ്റ് ആണ്. ആകെ കണ്ടപ്പോൾ തന്നെ അതൊരെണ്ണം കയ്യിലേക്ക് എടുത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ അമ്മ ഓടിച്ചെന്നത് നമ്മുടെ സ്വന്തം ചെടിയുടെ സ്ഥലത്തേക്കാണ്. അങ്ങനെ ചെടീൻ്റെ അവിടെ നിന്നൊക്കെ കുറേ നോക്കിയിട്ട് ചെടിയൊന്നും മേടിക്കാതെ അമ്മ നേരെ ഈ പ്രാവശ്യം പിടിച്ചത് നമ്മുടെ പച്ചക്കറി വിത്തിലേക്കാണ്. അങ്ങനെ 2-3 പച്ചക്കറി വിത്തൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ 2-3 കിഴങ്ങ് പോലത്തെ സാധനം ഇരിപ്പുണ്ട് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. നോക്കിയപ്പോൾ അടുത്തൊരു കളർ പൂവൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനവിടെ കുറേ റോസയൊക്കെ നോക്കി, പക്ഷേ ഇതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മുടെ അമ്മ നേരെ പോയത് പാത്രക്കടയിലായിരുന്നു. പക്ഷെ പാത്രക്കടയിൽ ചെന്നിട്ട് അമ്മയ്ക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ വേണം. പിന്നെ അവിടെ ഞങ്ങൾ അണ്ണൻ്റെ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു. ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അമ്മയാകെ ഐസ്ക്രീം മേടിച്ചു കഴിച്ചു. ഞാൻ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല. ഞാനൊരു സെവനപ്പിൽ ഒതുക്കി ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ കുന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നപ്പോൾ തന്നെ വണ്ടി ഞങ്ങളൊരു പാടത്താണ് വെച്ചത്. തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ പാടം മൊത്തം മഞ്ഞായി. പിന്നെ അവിടെ നിന്ന് തൂത്ത് സീറ്റൊക്കെ തുടച്ച് ഒക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത്.